നോക്കട്ടെ. മുട്ടായൊക്കെ മേടിച്ചാലേ നീ ഫസ്റ്റ് ഇപ്പൊ തെയ്യത്തെ കാണില്ലേ വരട്ടെ. പറ്റത്തില്ലെന്ന സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് വരണം. നല്ല സ്റ്റെപ്പ് വരണം. സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് വരട്ടെ. പിന്നല്ലാതെ ചേച്ചി ചില സ്റ്റെപ്പുകളുണ്ടല്ലോ അത് അതിൻ്റെതായ താളത്തിലും ചിട്ടയിലും ഒക്കെ വന്നാലേ കാണുന്നവർക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ മുദ്ര ഭരതനാട്യത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഇതിനൊക്കെ? അല്ല, ഈ ഭരതനാട്യം എന്നുദ്ദേശിച്ചത് നീ എങ്ങനെയാണ്? ഭാരതത്തിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഖ്യാതി കേട്ട ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം. നിന്റെ ഈ തക്കിട തരികിട വർത്താനൊന്നും കേൾക്കാനുള്ള സമയമൊന്നുമില്ല. നീ ക്രീമിലേക്ക് വാ. അതെ തന്നെ, ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്താലേ ആ ക്രീമിലോട്ടങ്ങ് വരും. ഗൗരിയമ്മായി, നിങ്ങൾ ഈ നൃത്തരൂപങ്ങളിലൂടെ ചെറുതായി സ്പർശിച്ചു പോയിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനേ ഈ സാഹിത്യ കൃതികളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യത്തിലും കുറച്ച് വിവരം ബോധമൊക്കെ കാണും. ഭരതനാട്യം ഉത്ഭവിച്ചത് എവിടെയാടാ? അത് ഈ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരു എന്തെങ്കേ. പക്ഷെ ഇപ്പൊ ഭരതനാട്യം ഉണ്ടല്ലോ, ഈ മതപരമായി അല്ലാത്ത രീതിയിലും ഫ്യൂഷനും തീമുകളായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ചിലർ ഈ ഭരതനാട്യത്തെ വികലമാക്കി എന്നുള്ളൊരു മറു അഭിപ്രായം കൂടെ ഉണ്ട്. എന്താ പറയുന്നത് ഗൗരിയമ്മായി? ഭരതനാട്യം എന്ന് പറയുമ്പോ ഒരു ഭാരതനാട്യമാണല്ലോ. എടേ നർത്ത്, നിനക്ക് ഭരതനാട്യം എന്തോന്ന് അറിയാമോ? എടാ, ഭരതനാട്യം എന്ന് വെച്ചാ ഭാന്ന് വെച്ച ഭാവം, രാന്ന് വെച്ച രാഗം, താന്ന് വെച്ച താളം, നാട്യം എന്ന് വെച്ച നൃത്തം. ചുരുക്കി പറഞ്ഞ ഭാവരാഗ താളം ചേർന്ന നാട്യമാണ് ഭരതനാട്യം. മനസ്സിലായ? ഞാനൊരിക്കലും ഈ ക്ലാസിക്കൽ നൃത്ത കലകളുടെ ബുക്ക് അതിങ്ങനെ വായിച്ചു പോകുമ്പോ ഞാൻ എന്റെ കണ്ണിങ്ങനെ ഓടിച്ചു പോയിട്ടുണ്ട് അതിലൂടെ. എന്ത് നടക്കുവോന്ന്? ഡാൻസ് ഗൗരിയമ്മായി, പിള്ളേർ ആഗ്രഹം കളിച്ച് കാണിച്ചു കൂടെ അങ്ങോട്ട്. ലച്ചുവിനറിയാലോ, കളിച്ച് കാണിച്ചോട് ലച്ചു. നന്നായി. മാനത്ത് മഴ കണ്ട ഓടി പുതപ്പിന്റെ അടിയിൽ കയറുന്ന ആളാ ഞാൻ. വയ്യ തണുപ്പൊക്കെ ആയിട്ടേ, അതുകൊണ്ട് മമ്മായി എന്നെ കളിച്ചു കാണിച്ചത്. കളിക്ക് പോ. കളി അമ്മായി അങ്ങോട്ട്. ഇപ്പൊ നിങ്ങളെല്ലാം പറയണ സ്ഥിതിക്ക് ഞാൻ ഭരതനാട്യത്തിന്റെ ബേസ് ഒരു സ്റ്റെപ്പ് ചെയ്യാം. 8ാമത്തെയാണ് നാട്ടടവ്. ഓക്കെ മാഡം? ഓക്കെ ചേട്ടാ ചെയ്യണേ. 1 2 3 4 5 6 7 8. മതിയല്ല? താൻ കാണാൻ ഇതിപ്പോ കാണിച്ചു തന്നെ. അതാ അയാള് കണ്ട്. ഒന്ന് അരമണ്ടല്ലോ നിന്നേ. വാ. ഇല്ലേ? കൊച്ച് നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കളിച്ച് കാണിച്ചു തന്നെ. ഒന്ന് അരമണ്ടല്ലോ നിന്നേ. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ. നിങ്ങൾ നോ പറയത്തില്ലെങ്കിൽ ഞാൻ പറയാം. നീ പറ. നിങ്ങൾക്കൊരു ആനന്ദവുമാവും, ഒപ്പം നമുക്ക് കുറച്ച് വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണ്. കാര്യം പറയടാ. പറയട്ടാ, ഒരു ഡാൻസ് ക്ലാസ് അങ്ങ് തുടങ്ങിയല്ലേ, വിത്ത് ക്ലാസിക്കൽ ആൻഡ് സിനിമാറ്റിക്. അത് നല്ല ഐഡിയ ആണ്. അല്ല, വാ തുറന്ന മണ്ടത്തരം മാത്രം പറയുന്ന ഇവൻ ഇത് പറഞ്ഞതില് എന്തോ കാര്യമില്ലേ? കാര്യമുണ്ട്. പക്ഷേ അമ്മയുടെ സപ്പോർട്ട് വേണം നമുക്ക്. ചേച്ചി കളിക്കുമല്ലേ? അമ്മ അടിപൊളിയായിട്ട് കളിക്കും. അല്ല, സംഭവം ഒരു സക്സസ് ആയി കഴിഞ്ഞാല് എനിക്ക് തരാനുള്ള പങ്ക് മറക്കല്ലേ. എടാ, ആദ്യം തുടങ്ങട്ട്, എന്നിട്ടല്ലേ. അമ്മ തിരക്കാണോ അമ്മ? ഇല്ല, പറഞ്ഞോ. അമ്മ, ഞാനും ഗൗരി അമ്മായും കൂടെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്താണ് പ്ലാൻ? ഞാൻ ചെറിയ രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കുമല്ലോ, ഗൗരി അമ്മ അടിപൊളിയായിട്ട് കളിക്കും. പിന്നെ അമ്മയും ഒരു നർത്തകിയാണല്ലോ. ഈ നർത്തകി എന്ന് പറഞ്ഞ വാക്കിനെ ഒരുപാട് അർത്ഥങ്ങളുള്ളതാ. ഞാൻ ഡാൻസ് കളിക്കും അത്യാവശ്യം, അത്രേ ഉള്ളൂ. കണ്ടാ, നൃത്തം കേവലം ഒരു മാനസികമല്ല, അതൊരു ദൈവികമായ ഒന്നാണെന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയാം. എന്താണ് പറ, രാവിലെ നിങ്ങൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് പറ. അമ്മ, ഐഡിയ എന്റെയാണ്. അതായത് നമ്മളൊരു ഡാൻസ് ക്ലാസ് തുടങ്ങാനുള്ള പ്ലാനാണ്. അമ്മയ്ക്ക് ഡാൻസ് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ അമ്മ മെയിൻ ഡാൻസർ, ഇവർ രണ്ടുപേരും അമ്മയുടെ ശിഷ്യകള്. കൊള്ളാം, സംഭവം കൊള്ളാം. പക്ഷെ എനിക്ക് ടൈമില്ലല്ലോ, വേറെ പണിയുണ്ട് പിള്ളേരെ. എന്തോരം ഒന്നത്തെ ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതിനിടയ്ക്ക് എങ്ങനെ ഞാൻ ഈ ഡാൻസ് എന്നും പറഞ്ഞ് നടക്കണേ? ഡാൻസ് ക്ലാസ് കൊള്ളാം. ഫീസ് വാങ്ങിച്ചാൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഉറപ്പായിട്ടും തന്നെ, അല്ലാതെ കല ഉദ്ധരിക്കാൻ വേണ്ടിയല്ലേ. അല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ദക്ഷിണയൊക്കെ വേണ്ടേ? ദക്ഷിണ വേണം, എന്നാലും പരിപാടി പുരോഗമിക്കുള്ളൂ. ദക്ഷിണ വേണം. ചേച്ചി, പിന്നെ പിള്ളേർ പഠിപ്പിക്കണ ഒരു പ്രാക്ടീസ് അല്ലേ നമുക്ക്? അതത്രമല്ല, ബോഡിക്ക് അടിപൊളിയാണ്. അമ്മ തുടങ്ങാം. പിന്നെ എല്ലാത്തിനും മേൽനോട്ടം വേണം, ഇല്ലെങ്കിൽ നാദിനെല്ലാം കളരി പോലെ ആയിപ്പോ. എന്താണ് മാമ, അമ്മയുടെ നേതൃത്വത്തില് ഞങ്ങളൊരു ഡാൻസ് ക്ലാസ് തുടങ്ങാൻ. വെരി നൈസ്. അമ്മയുടെ നേതൃത്വത്തൊക്കെ ശരി തന്നെ, പക്ഷെ മേൽനോട്ടം വേണം. ചേച്ചി,
ഓ എന്തൊന്നും മിണ്ടാത്തെ? ഈ ഡാൻസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാലേ വളരെ ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് കുട്ടികളെ ഫീസ് വാങ്ങിയാണ് പഠിപ്പിക്കുന്നത്. അത് അതേപോലെ ചെയ്യാൻ പ്രാപ്തതയുള്ളവർ മാത്രമേ ചെയ്യാൻ ഇറങ്ങാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. കലയാണ്, കളിക്കരുത്. കലാദേവി സരസ്വതി. അല്ല ഈ ഡാൻസ് ക്ലാസ്സേ എല്ലാ ദിവസവും കൊടുക്കണമെന്നുണ്ടോ? ഇല്ല ആഴ്ചയിൽ 4-3 ദിവസം. 4-3 അപ്പൊ 7 ദിവസമായില്ലേ? മൊത്തം ദിവസം ഉണ്ടോ? അച്ഛൻ ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 3 ആ. അതായത് ഇപ്പം ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ലീവ്, തിങ്കളാഴ്ച. നേരെ കൂടി കണ്ടോണു കേട്ടോ. ഒരു മിനിറ്റ്. അമ്മ എന്തമ്മ? എന്താണ്? അങ്ങനെ ഇത് കാശ് കൊടുത്ത് മേടിച്ചതാ. ഭാര്യക്കും ഭർത്താവിനും പന്ത് കളിക്കാനുള്ളതല്ല. മറിക്കാണ്ട് അച്ഛ ഞാൻ പറയണ കേൾക്കണ്ട. ആ പറ മക്കളെ. മോളാ പറ മക്കളെ. തിങ്കളാഴ്ച ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ലീവ്, ചൊവ്വാഴ്ച ലീവെങ്കിൽ ബുധനാഴ്ച, ബുധനാഴ്ച ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ലീവ്, പിന്നെ വെള്ളിയാഴ്ച. അതായത് തിങ്കൾ ബുധൻ വെള്ളി. ഗൗരി ലച്ചു ഉത്തരവാദിത്തോടെ നിൽക്കാമെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം. നിർത്തിയേ ഇതെന്തോന്നത്? എന്തൊരു അലമ്പാണ് നിങ്ങള്? ഒരു ക്ലാസ് നടത്താൻ പോണ ആൾക്കാരല്ലേ? ഇങ്ങനെയാണോ വേണ്ടത്? ബഹളം ഉണ്ടാക്കാതെ വളരെ അച്ചടക്കത്തോടെ വേണം നടത്താൻ പറ്റുമെങ്കിൽ നടത്തിയാൽ മതി കേട്ടാ. അപ്പൊ ഡിസിപ്ലിൻ ഒക്കെ വേണം. പക്ഷെ ക്ലാസ്സിന് ഒരു പേര് കണ്ടുപിടിക്കും. അതിന് ഞാൻ കാലനാണല്ലോ. പേര് കണ്ടുപിടിക്കാൻ ഞാൻ കാലനാണല്ലോ. അങ്ങനെ പാറമട നൃത്ത വിദ്യാലയം സ്ഥാപിതം 2024. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. കൈയടിക്കാത്ത പേര് ആക്ച്വലി കൊള്ളാം. ഒരു തീർച്ചയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ വീടിനെയും അറിയപ്പെടുന്നത് പാറമട വീടെന്നാണല്ലോ. അത് മാത്രമല്ല എന്റെ പേരിലും ഈ സ്ഥലം പ്രസിദ്ധമാണല്ലോ. പാറമട ബാലചന്ദ്രൻ തമ്പി. നൃത്ത വിദ്യാലയം എങ്കിൽ നൃത്ത വിദ്യാലയം. കുട്ടികളും ക്ലാസ്സും ഒക്കെ ആയിട്ട് നല്ല കളറായിരിക്കും. വാ ഗൗരി ലച്ചു വാ നമുക്ക് പോവാം. എന്താ? അല്ല ഞാൻ നീ പോരെ. വാ വാ വാ. ബാലു എടാ ശ്രീകുട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് അച്ചിങ്ങ എടുത്ത് വിഴുക്ക് വരുത്തുക. ആ ചേനയും ഉരുളക്കിഴങ്ങും ഒക്കെ കൂട്ടിയിട്ട് ഒരു തീയലുണ്ടാക്കുക. പിന്നെ ഒരു രസം ഉണ്ടാക്കിക്കോ. നല്ല പിന്നെ പച്ചമറി ഇരിക്കണ്ട ഫ്രിഡ്ജില്. അപ്പൊ അതുകൊണ്ടാവുമ്പോ ഓക്കെ മാ പോരെ. ചോറ് വെച്ചാ? ചോറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീടിനടുത്തുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ അടുത്തൊക്കെ ഉള്ള അവരെയൊക്കെ ഒന്ന് അറിയിക്കാം അല്ലേ? പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ? അല്ല ചെറിയ ആൺകുട്ടികളെ പഠിപ്പിക്കാലോ, കുഞ്ഞു കുട്ടികളെ. പെൺകുട്ടികൾ കുറച്ച് വലുതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതെ, ഒരു പ്രശ്നമില്ല. നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിരി അമ്മ നോക്കമ്മാകണ്ട. ഈ ചേച്ചിയുടെ ഇങ്ങനെയാണ് കേട്ടാ. അമ്മ എന്ന് പറഞ്ഞ് വിലക്കണേ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഉദ്ദേശിക്കുന്ന പരിപാടിയോട് നടക്കൂല. അമ്മ കണ്ട ഇത് കണ്ട ഗൗരി, ഇതാണ് ഈ പിള്ളേരുടെ കുഴപ്പം. എന്തെങ്കിലും നമ്മളൊന്ന് തുടങ്ങാന്ന് വെച്ചിട്ട് ഈ പിള്ളേർ അലമ്പാണ്. ഇവരൊക്കെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ നമ്മളെ മാനം പോവും. മര്യാദ നിൽക്കാൻ പറ്റുമോ? ഒരു കാര്യം ചേട്ടാ, ഞാൻ പോയി ബോർഡിന്റെ പരിപാടി നോക്കട്ടാ. അച്ഛൻ പറഞ്ഞ പേരും ഒക്കെ അല്ലേ? പാറമട നൃത്ത വിദ്യാലയം. കുറച്ച് നോട്ടീസും കൂടെ അടിക്കാല്ലേ? ഓവറാവോ? ഓവറാ? നമ്മുടെ കുടുംബത്തിൽ എന്തിനമ്മ ഓവർ അല്ലാത്തത്? അച്ഛൻ ഇത്രയും വലിയ ഓവർ ആവുമ്പോ നമ്മൾ കുറച്ചെങ്കിലും ഓവർ ആവണ്ടേ ചേച്ചി? പക്ഷെ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോഴേ കുറച്ച് പബ്ലിസിറ്റി ഒക്കെ വേണം. ശരി. അപ്പൊ പിന്നെ ഞാൻ പോയി ബോർഡിന്റെ കാര്യം സെറ്റ് ചെയ്യാം, നോട്ടീസും അടിക്കാം. എല്ലാം എന്റെ ചെലവിലാണ് ചെയ്യണത്. അപ്പൊ ഇത് ഹിറ്റ് ആയി കഴിയുമ്പോ എന്നെ മറക്കരുത് കേട്ടല്ലേ? പോട്ടാ. എന്ത് അച്ഛൻ വരുന്നുണ്ടോ? ഇല്ല, നീ പറ. സംഭവം ഇവിടെ എന്ത് പരിപാടി തുടങ്ങിയാലും അച്ഛനാണല്ലോ പേരിടുന്നേ. അതുകൊണ്ട് ഒരു എഴുന്നേറ്റം ഉണ്ടാവില്ല, ശോഭിക്കത്തില്ല, എല്ലാം പൊട്ടി പാളിസാവത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ഇതെന്താണ് നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നത്? വണ്ടി ഉണ്ട്. പറഞ്ഞേ വണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. വണ്ടി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കാം. ഞാൻ പറയാം, ഇതിന്റെ ഇപ്പുറത്തും കൂടെ മറ്റേ ഇതുപോലെ ഇത് കെട്ടി വെച്ചെങ്കിൽ നന്നായിട്ട് ഉരുണ്ട് പോകാനായിരുന്നു. അവിയലിനെ അറിയാൻ തുടങ്ങിയാണ്. അപ്പാണ് അവൻ പറഞ്ഞത്. സാമ്പാറിന് പുരിയൊക്കെ കട്ടിയാന്ന് പോയപ്പോ പറഞ്ഞു ഞാൻ കളർ കോമ്പിനേഷൻ കൊള്ളാം അല്ലേ? ഞാൻ നേഴ്സറി കുട്ടികളെയാണ് അടുക്കളയിലേക്ക് വിട്ടത്. അല്ല, നേഴ്സറി കുട്ടികളെയാണ് അടുക്കളയിൽ നിർത്തിയിട്ട് പോകുന്നത്. ഞാൻ വണ്ടി വണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്താ സംസാരിച്ചിട്ടുണ്ടേ? നിങ്ങളോട് ആരാ പറഞ്ഞ ഇങ്ങോട്ട് വരെ? അടുക്കളയിൽ നിർത്തിയിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോ. അല്ല ചേച്ചി എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അടുക്കളയിൽ നിന്നും എന്തോന്ന് ചെയ്യണമെന്ന് പറയണേ? എന്തോ കുഴപ്പം, നിങ്ങൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തിട്ടുണ്ടേ. നീ ഗൾഫിലേക്കുമ്പോ അടുക്കള കയറിയിട്ടില്ലേ? പിന്നെ ബാലു പാചകത്തിൽ വിദഗ്ധനാണ് അല്ലേ? ബാലു നളപാചകം ഏത്? അപ്പൊ ചെല്ലി അടുക്കളയിൽ കയറി.
എടി അടുക്കള പോയിട്ട് എന്തിനേ? അടുക്കള പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ പച്ചക്കറിയിലെ കൊണ്ട് അരിഞ്ഞിട്ട് ഒരു തീയലുണ്ടാക്കി തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് പിന്നെ ഒരു തോരനും പിന്നെ അവയില് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. പിന്നെ ചമ്മന്തി നിർബന്ധമാണോ? അപ്പൊ നല്ലൊരു തേങ്ങ ചമ്മന്തി ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഈ അവിയൽ പച്ചടി കിച്ചടി ഒന്നും വേണ്ടേ? അതൊന്നും വേണ്ട. മൊത്തം തൂശനയിലിട്ടൊക്കെ സദ്യ വിളമ്പി തരാം. അമ്മ ഞാനെന്നാ പോയി മറ്റേ കാര്യമൊക്കെ നോക്കട്ടാ. അതന്നെ. ഓക്കെ. എന്തൊരു കാര്യം? അല്ല നമ്മള് ഇങ്ങനെ ബോർഡ് അല്ല പറയാലേ ലച്ചു. എന്താണ് മറ്റേ പേരിന്റെ ഞാൻ പറഞ്ഞ പേരിനെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അല്ല അത് വേറൊന്നുമല്ല, ഈ ലച്ചു മറച്ചു വെച്ചിട്ട് ഉള്ള കാര്യം പറയണ്ടേ ആരോടാണെങ്കിലും. എന്താണ്? അതാ പറയാം. അത് ലച്ചു പറയാ, ഇവിടെ എന്ത് നമ്മൾ തുടങ്ങിയാലും ബാലു ആണല്ലോ പേര് കണ്ടുപിടിക്കുന്നത്. അതെ അതെ. അപ്പൊ അത് നല്ല പേര്, കറക്റ്റ് പേര് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും കേട്ടോ. അത് തന്നെ നമ്മൾ ഇടുകയും ചെയ്യും. പക്ഷെ ഒരു കുഴപ്പമെന്നു വെച്ചാ ഒന്നും ശോഭിക്കുകയില്ല, ഒരു എഴുന്നേറ്റം പിടിക്കുകയില്ല. ആര് പറഞ്ഞു? ലച്ചു മക്കളെ പറഞ്ഞു ശരിയാണോ മക്കളെ? അച്ഛൻ പേരിട്ടാ ശോഭിക്കൂല, എഴുന്നേറ്റം പിടിക്കൂല അച്ഛൻ പറയില്ല. അത് പറയാനുള്ളത് എനിക്ക് പറ്റൂല. പക്ഷേ മകൾക്ക് പേരിട്ട അച്ഛനാണ് ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി. ശോഭിക്കുന്നില്ല എടി കുഴിപ്പള്ളംകാരി ലച്ചു. ലച്ചുവേ അച്ഛ അതെന്താന്ന് വെച്ചാലേ അച്ഛൻ പേരിട്ടൊക്കെ പൂട്ടി പോയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വെറും അന്ധവിശ്വാസമാണ് മക്കളെ. അല്ലേ? കറക്റ്റ്. ഒരാളൊരു പേരിട്ട് അത് നല്ലെങ്കിൽ അതങ്ങ് സ്വീകരിക്കണം, അത്ര തന്നെ. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തിനു വെറുതെ റിസ്ക് എടുക്കണം? നമുക്ക് വേറെ നല്ല പേര് കണ്ടുപിടിക്കാം. നിനക്ക് ഞാൻ വണ്ടിയല്ല കേട്ടാ, ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ അടുക്കളയിൽ പോവാം. പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോറും കറിയൊക്കെ വെച്ച് ഞാൻ അടുക്കളയിൽ തന്നെ അങ്ങ് ഒതുങ്ങി കൂടാം. നിങ്ങൾ ഡാൻസ് ക്ലാസ് തുടങ്ങി നല്ല പേര് കണ്ടുപിടിച്ച് ബോർഡ് വെക്കേ എന്ത് വേണം ചെയ്തോ. പക്ഷേ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവും, നന്നായി വരും. കുറേ പിള്ളേരും കുട്ടികളായിട്ട് ഈ നൃത്ത വിദ്യാലയം അങ്ങനെ പോവും കേട്ടാ. നന്നായി വാ, എല്ലാവരും നന്നായി വാ. വാ. രാഗി ഉറപ്പ് പോയി, എല്ലാം പോയി. ഇനി നമ്മൾ ആ പേരിട്ടിട്ടും കാര്യമില്ല, ആ പേര് രണ്ടിട്ടും കാര്യമില്ല. എന്താണോ പറഞ്ഞത് അത് തന്നെ ഇടണം നല്ലത്. എന്തെങ്കിലും ആവട്ടെ നോക്ക്, കാര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ പ്രാഗ് നമ്മളെ നശിപ്പിച്ചാൽ മതി. അളിയൻ പറഞ്ഞ പേര് കൊള്ളാം, അത് തന്നെ നല്ലത്. എണീക്കടാ, എന്തിനാ എണീക്കണേ? പോയി അടുക്കള പോയി പണിയടാ. എന്റെ വണ്ടി വണ്ടിയാ 7, 8, 9, 10, 11, 12, 13, 14. 15 കൂടരുത്, അറിയാൻ പറ്റൂല. ചുമ്മാ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് രസം ഉണ്ടാക്കാൻ അറിയാം? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടി? അളിയ സാമ്പാർ ഉണ്ടാക്കുമോ? ഉണ്ടാക്കാം. അപ്പൊ അത് പറഞ്ഞൂടാ. എടാ ഇതൊക്കെ ഡയലോഗ് അടിച്ച് നിൽക്കുകയല്ലേടേ. എന്തെങ്കിലും രീതി അങ്ങ് ഉണ്ടാക്കി വെക്കണം, അത്രയും തന്നെ. 10 ഇല്ലേ ഇല്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു റോൾ ഇല്ലാതായിപ്പോയി. ശരിയാണ്. നമുക്ക് ഫുഡ് ഉണ്ടാക്കി കുളാക്കി കൈ കൊടുക്കാം, പിന്നെ പറയില്ല അടുക്കള. അത് കൊള്ളാം, അത് കൊള്ളാം. കുറച്ചുണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും. പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല. പിന്നെ ഇതാ തേങ്ങ തേങ്ങ ഞാനാ പിന്നെ ഞാനാ ഇവിടെ ചമ്മന്തി അരയ്ക്കാൻ. ഈ പാത്രത്തിൽ മതിയോ? ഈ പാത്രത്തിൽ മതിയോ? അത് മതി. കഴുകിട്ടെ നന്നായിട്ട് കഴുകിട്ട് കേട്ടാ. കോവയ്ക്കും ബെസ്റ്റാണ്. ഇതിലൊക്കെ എന്തൊക്കെ പറ്റിയിരിക്കുന്ന ആൾ. ഇവരെന്ത് കഴുകുന്നില്ല കേട്ടാ പാത്രം ഒന്നും. നേരെ കഴുകൂല. താഴെ വെച്ച് ചിരണ്ടാരാ? താഴെ വെച്ച് ചിരണ്ടണ. അതാകുമ്പോ സൗകര്യമുണ്ട്. കയ്യിൽ നിന്ന് മുറിച്ചിടയില്ലേട്ടാ. ഈ കേശുവിന്റെ ഒരു കാര്യേ, അവനാണ് ഈ ഡാൻസ് പരിപാടിയൊക്കെ പിടിച്ചോണ്ട് വന്നത്. എന്റെ അതേ സ്വഭാവമാണ്. എവിടുന്നെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ചൊരണ്ടി പുറകെ എടുത്തോണ്ട് വരും. എന്താടാ ചിരിക്കുന്നത്? ചിരിക്കുന്നത് എവിടെയെങ്കിലും പോയി ചൊരണ്ടി പുറകെ എടുത്തോണ്ട് നീ തിരിവ്. എന്തോ വർത്താനം പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും. പണിയൊന്നും നടന്നില്ല ഇതുവരെ. കാര്യം പറയണ്ട ബാലു, 1:30 എനിക്ക് ഭക്ഷണം കിട്ടണം. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇപ്പൊ അങ്ങനെ ആയാ? പിന്നെ എങ്ങനെയാവാൻ? ചേച്ചി,
ഇപ്പൊ രാത്രിയിലത്തെ ഭക്ഷണം എങ്ങനെ? ഇനി ചോദിച്ചു വാങ്ങി. രാത്രി ചപ്പാത്തി മുട്ടക്കറി അല്ലെങ്കിൽ കിഴങ്ങറി ആണെങ്കിലും മതി. എനിക്കത് മതി. അളിയുന്നത് പോരെ? എനിക്കും അത് മതി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്കൊക്കെ 3 എണ്ണം വെച്ചുണ്ടാക്കി ചപ്പാത്തി, നിങ്ങക്ക് 4 എണ്ണം വെച്ചുണ്ടാക്കിക്കോ. ഞങ്ങളുണ്ടാക്കാനാ? ഞാനുണ്ടാക്കാനാ? എനിക്കവിടെ പണിയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാം കൂടെ വന്ന് അടക്കള സഹായിക്കും. ഇപ്പൊ പണിയില്ലെന്നാ, ഇപ്പോഴാണ് പണി കിടക്കുന്നത്. ഇനിയാണ് പണി തുടങ്ങാൻ പോണേ. പിള്ളേരൊക്കെ വരാറായി. പിന്നെ ആ കേശിപ്പ മറ്റേ ഫ്ലെക്സ് കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറത്തോണ്ട് അതൊന്ന് ഫിറ്റ് ചെയ്യണം. പിന്നെ കേശുവിന്റെ ട്യൂഷൻ ക്ലാസ്സിലെ കുറച്ച് പിള്ളേർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ കുറച്ച് പിള്ളേർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കിച്ചണിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊന്നും പറ്റില്ലല്ലോ. പെട്ടെന്ന് ആവട്ടെ എന്നാ. ശരിയാക്കി വിട്ടുന്നത്. ഇത് പച്ചക്കറിക്ക് അങ്ങനെ തന്നെ ഇരിക്കണ്ടല്ലോ. ഒന്നും കട്ട് ചെയ്തില്ലേ ഇത്ര നേരം ഇട്ടു? ചേച്ചി അങ്ങനെ പറഞ്ഞ എങ്ങനെ ചേച്ചി? തേങ്ങ പെട്ടെന്ന് ചേരണ്ടേ? ചെറുക്കന്റെ കൈയും ഇങ്ങനെയാണ് തേങ്ങ എണ്ണത്. തേങ്ങ ആരെങ്കിലും പുറകോട്ട് പോകും. അവന് അത്ര വശമുണ്ടാ? അതിന് പുറത്ത് നടുക്ക് കയറിയിരിക്കേ, അറ്റത്തിരിക്കാണ്ട് ബാക്കോട്ടാ പോണേ. 1 ഇഞ്ച് വ്യത്യാസത്താണ് രക്ഷപ്പെട്ടത്. നാക്ക് തള്ളി പിടിക്കണം. അത് ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഭക്ഷണം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചെന്ന് കരുതി എല്ലാം കൊളവാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കാം, അത് വെറുതെയാ. എല്ലാം രണ്ടാമത് ഉണ്ടാക്കി ഞാൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കും. നമ്മളിവിടെ പറഞ്ഞ ഒന്നേടെ അവൾ അറിഞ്ഞത് എനിക്കറിഞ്ഞില്ല. നോക്കിക്കൊണ്ട് ചെലവ് കേട്ടാ. ചുമ്മാ മുറിഞ്ഞു പോകരുത്. ഇല്ല. അന്ന് വലിച്ചു കെട്ടടാ, അല്ലെങ്കിൽ 2 കാറ്റടിക്കുമ്പോ പറന്നു പോവും. കെട്ടിക്കൊണ്ടിരിക്കല്ലേ ഇവിടെ? എന്റെ അമ്മയുടെ അമ്മയുടെ ഫോട്ടോ കൂടെ വേണമായിരുന്നല്ലേ? എന്നാ പിന്നെ എന്റെ അച്ഛന്റെ, നമ്മുടെ അപ്പൂപ്പിന്റെ, അമ്മൂമ്മയുടെയും, ചങ്കരപ്പൂപ്പിന്റെയും, കല്ലുവിന്റെയും, പാറിന്റെ എല്ലാവരുടെയും നിരത്തി വെക്കാം. ഫാമിലി ഫോട്ടോ അല്ലേ? കേട്ട് കെട്ടണ്. കഥ പറഞ്ഞോണ്ടിരിക്കുക. പറയാൻ കേട്ടോ കമ്പി കെട്ടാണ്ട്. നിങ്ങളെത്തിയാ? ചേച്ചി ഇന്നേ 2 മണിക്കൂർ നമുക്ക് ക്ലാസ് ഉണ്ടാവും കേട്ടോ. പിന്നെ പാരന്റ്സ് ഇവിടെ നിക്കണം എന്നില്ല. കേശു തിരിച്ചാക്കിക്കോളൂ അവരെ. കുഴപ്പമില്ലല്ലോ. നമുക്ക് നാളത്തേക്ക് പോവാം. ഓക്കെ ബൈ. നടക്കടാ. ബാ കേറുക. അമ്മേ അമ്മായി. അമ്മ, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ അനിയത്തിമാരാണ്. സൂപ്പർ. ഇതാട്ടെ ഇവിടുത്തെ മെയിൻ ടീച്ചർ. നമസ്തേ ടീച്ചർ. നമസ്തേ. എന്താ എല്ലാവരുടെയും പേര്? എന്റെ പേര് നക്ഷത്ര. ഇത് പാർവണ, ഇത് അലീന. പഠിച്ചിട്ടുണ്ടോ ഡാൻസിന് മുന്നേ? ഞാൻ കുറച്ചാളതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. മോള് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? തുടങ്ങാം നമുക്ക്. ലക്ഷ്മി ഗൗരി കൂടെ ക്ലാസ് എടുക്കുന്ന തുടങ്ങാലോ? തുടങ്ങിക്കോ. പഠിക്കാം, നമസ്കരിക്കാം. ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ, ചെയ്തു. കേറിക്കോ, 2 പേരും ഇങ്ങോട്ട് കേറിക്ക്. ഓക്കെ. റൈറ്റ് ലെഗ് ആദ്യം ചേർക്കണം. 1 2 നമുക്ക് അരവണ്ടി ഇരിക്കാം. വണ്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ടോ. ചെയ്തോളൂ. ഒരിച്ചിരി ഗ്യാപ്പ് ഉണ്ടോ നടത്ത്? ഇച്ചിരി കൂടെ താന്നിരുന്നോ? ഇച്ചിരി നിവർന്ന് നിൽക്കണേ, നിവർന്ന് നിൽക്കണം. ഓക്കെ. ആദ്യം റൈറ്റ് ലെഗിൽ ഫസ്റ്റ് ചവിട്ടാ, പിന്നെ സെക്കൻഡ്. ഓക്കെ. തട്ടടവിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. 1 2 3 4 5 6 7 8. രണ്ടാം കാലം ചെയ്യാം. സെക്കൻഡ് സ്പീഡ്. ഓക്കെ. 1 2 3 ഗോ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ നിൽക്കുന്ന എന്താ? എൻ്റെ പേരാണ് സമം. ഇതെന്താ?
അരമണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരു കാലിൽ 2 സ്റ്റെപ്പ് ചെയ്യണം. ചെയ്താലോ? ഇരുന്ന് അരമണ്ടി ഇരുന്ന്. 5, 6, 7, go. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഒരു മിനിറ്റ്. എന്താ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇല്ലടാ? ഓ അല്ല, നിങ്ങളിവിടെ വന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങൾ എങ്ങനെ എല്ലാം റെഡി ആവണ്ടേ സമയത്തിന്? നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല. ആ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. അവിടെ എന്നിട്ട് നിൽക്കാണ്. പോട് ചെല്ല്. വന്നേക്കാ തൊപ്പിയും വെച്ച് ബാർബർ ഷോപ്പിൽ പോണ പോലെ. ആ അയ്യോ പിള്ളേര്. സോറി പഠിക്കാം. 5, 6, 7, 8. 1, 2, 3, 4. ഓക്കെ, അതിന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ അല്ല, നമ്മളിപ്പം അങ്ങനെ എല്ലാ അഡ്മിഷൻസും അങ്ങനെ എടുക്കുന്നില്ല. അതെ അതെ അതെ. അയ്യോ, നമ്മുടെ മെയിൻ ടീച്ചർ ഈ സൺഡേയും പിന്നെ അങ്ങനത്തെ പൊതു അവധി ദിവസങ്ങളിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ, പറഞ്ഞാൽ മതി. അതെ, ഭയങ്കര കേട്ടാ. പിള്ളേര് ക്യൂ ആണ്, പ്രവാഹമാണ് പിള്ളേരുടെ ഇങ്ങോട്ട്. കേരള പിള്ളേരൊക്കെ നമ്മുടെ ഫാൻസ് ആണ്. നിനക്ക് ഫാൻസ് ഒന്ന് പോടേ. എന്തമ്മാ ഈ പിള്ളേർ എൻ്റെ ഫാൻസ് ആയാൽ പറ്റൂലേ? ഞാൻ നേരത്തെ ഇവിടുത്തെ ട്യൂഷൻ മാഷ് ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ ഞാൻ പഠിപ്പിച്ച് പല പിള്ളേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ നമ്മുടെ ഫാൻസായി. നമ്മുടെ അടുത്ത് ഒരു തവണ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകില്ല. നീ എന്തുവാടാ ബോർഡിൽ കാണിച്ചു വെച്ചേക്കുന്നത്? ബോർഡിൽ എന്ത് കാണിച്ചു വെച്ചെന്നു? അത് വായിച്ചായിരുന്നോ? ചൊവ്വ, വ്യാഴം, ശനി അവധി. എടാ, ക്ലാസ് ഉള്ള ദിവസം വേണ്ട എഴുതി വെക്കാൻ. ചേച്ചി ആ ബോർഡ് കണ്ടല്ലേ, എന്നിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ അത് ഞാൻ അപ്പൊ ശ്രദ്ധിച്ചില്ല. പിന്നെ ഒന്നുകൂടെ പോയി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇത് വെറൈറ്റി. ചേടാ, ഇതെന്ത് കഷ്ടമാണ്. നോക്കിയാലും കാണൂല. അവര് രണ്ടിനും അടുക്കളയിൽ ഇല്ലാന്നേ. ആ, മുങ്ങിന്നോണ്. ഉണ്ടാക്കി വെച്ച ഭക്ഷണം അയ്യോ, വായി വെക്കാൻ കൊള്ളൂല. ഇനി പുറത്തുനിന്ന് മേടിപ്പിക്കണേ. രണ്ടുപേരും എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിപ്പിക്കണം കേട്ടോ അമ്മ, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. ആ, പിന്നെ പഠിപ്പിച്ചാലും മതി. ഇങ്ങനെയൊക്കെയല്ലേ കാണിച്ചു വെക്കാൻ പോണത്. ഇത് മനഃപൂർവ്വം ചെയ്തു വെക്കണതാ. അറിയാൻ മേലായിട്ടാണ്. വാര് നല്ലോണം കറി വെക്കണതല്ലേ. അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടവരല്ല ഞങ്ങൾ. മനസ്സിലായി. തീയും പോയുമേറ്റ് കഴിയേണ്ടവരല്ല ഞങ്ങൾ. അതും മനസ്സിലായി. ഞങ്ങൾക്ക് വേണം സ്വാതന്ത്ര്യം. ഞങ്ങൾക്ക് വേണം സ്വാതന്ത്ര്യം. ഞങ്ങൾക്ക് വേണം സ്വാതന്ത്ര്യം. അടിച്ചമർത്തപ്പെടുന്ന പുരുഷ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ. അതുകൊണ്ട് നാടോടി നൃത്തം തന്നെ ആകട്ടെ.
കാണാനും